Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വത്തക്ക വെച്ചിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ. വത്തക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലേ, പ്രത്യേകിച്ച് ഈ ചൂട്ടിന് നോമ്പിനൊക്കെ എല്ലാവരുടെയും വീട്ടിൽ സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്ന ഐറ്റമാണ് വത്തക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വത്തക്ക വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, 5 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബത്തക്ക ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് ബത്തക്ക ഈ ഒരു ബൗളിലേക്ക് എടുത്തുകൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉടച്ചു കൊടുക്കണം. അഥവാ നിങ്ങൾക്ക് കത്തി വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കണ്ടില്ല, ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്കിന് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുമല്ലോ, ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കണേ. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലിൻ്റെ കറക്റ്റ് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര ഗ്ലാസ് ഡ്രിങ്ക് വേണം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പാൽ എന്ന് പറയുന്നത് പാല് കുറച്ച് മുന്നേ കാച്ചി വെച്ചിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുക, അല്ലാതെ നിങ്ങൾക്ക് കാച്ചാണ്ട് തണുപ്പിച്ചിട്ട് എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ എടുക്കുക. എന്തായാലും തണുപ്പുള്ള പാല് വേണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുടിക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 5-10 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡ്രിങ്ക് എന്ന് പറയുന്നത്. സിമ്പിളല്ല ചെയ്യാനായിട്ട്, ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. ഞാനിതിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സമയമായിട്ട് തോന്നും ചിലപ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് അത്യാവശ്യം തണുപ്പോട് കൂടി കുടിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഐസ് ക്യൂബ്സ് ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചൂട്ടിനും നോമ്പിനും ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഡ്രിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്